മാനിക്കട്ടെ. നമ്മുടെ ഈ ദിവസത്തെ നമ്മുടെ പ്രാർത്ഥനകളുടെ ദൈവിക ചിന്തകൾ നാം പഠിച്ചും നാം പ്രാപിച്ചും കൊണ്ടിരിക്കുന്ന സമയങ്ങളാണ്. അതിൻ്റെ ഒത്തിരി ഫീഡ്ബാക്കുകളൊക്കെ എനിക്ക് ലഭിക്കുന്നുണ്ട്. ദൈവം ഇടപെടുന്നു, ദൈവം സംസാരിക്കുന്നു എന്നുള്ള ആ മറുപടികൾ തരുന്നതിനെ കുറിച്ച് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ചിന്ത, നമ്മുടെ നാവ് കൊണ്ട് ചിലത് പറഞ്ഞാൽ നടക്കുമോ? യോശുവയ്ക്ക് അത് നടക്കുമെങ്കിൽ യോശുവ അങ്ങനെ കൽപ്പിക്കേണ്ട കാരണം എന്തെന്ന് നാം കഴിഞ്ഞ ഉപവാസ പ്രാർത്ഥന ആരംഭ ദിവസം മുതലേ നമ്മൾ പഠിപ്പാടിയാക്കി. യോശുവ ആരായിരുന്നു? യോശുവയുടെ 7 ഗുണങ്ങൾ നാം ദൈവസന്നിധി പഠിക്കുവാൻ തക്കപടിയാക്കി തീർത്തു. എന്നാൽ ഇന്ന് നാം അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇന്നലെ നാം ചിന്തിച്ചതിൻ്റെ ബാലൻസാണ്, അല്ലെങ്കിൽ നാം ദൈവത്തിൻ്റെ നാവാണ്. നമ്മുടെ നാവ് ദൈവത്തെ നമുക്ക് നാവ് അധികാരത്തോടെ കൽപ്പിക്കേണ്ട നാവാണ്. അത് നമ്മൾ കൽപ്പിച്ചാൽ അത് അങ്ങനെ തന്നെ സംഭവിക്കും. ഇത് നമ്മൾ ഇന്നും പഠിക്കാൻ ആഗ്രഹിക്കുന്നു, ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് നാം അതുമായിട്ട് ബന്ധപ്പെട്ട യെശയ്യാപ്രവാചന പുസ്തകം 43-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യവും 11-ാമത്തെ വാക്യവും കൂടെ ഒന്ന് ദയവായിട്ട് വായിച്ചു തരണമെന്ന് അപേക്ഷിക്കുന്നു. യെശയ്യാപ്രവാചന പുസ്തകം 43:10 ഐശയ്യാ chapter 43 verses 10 and 11 please. Amen. നിങ്ങൾ അറിഞ്ഞ് എന്നെ വിശ്വസിക്കുകയും ഞാൻ ആകുന്നുവെന്ന് ഗ്രഹിക്കുകയും ചെയ്യേണ്ടതിന് നിങ്ങൾ എൻ്റെ സാക്ഷികളും ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ ദാസനുമാകുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. എനിക്ക് മുമ്പേ ഒരു ദൈവം ഉണ്ടായിട്ടില്ല, എൻ്റെ ശേഷവും ഉണ്ടാകുകയില്ല. ഞാൻ തന്നെ യഹോവ, ഞാനല്ലാതെ ഒരു രക്ഷിതാവുമില്ല. നിങ്ങളുടെ ഇടയിൽ ഒരു അന്യദേവനില്ല. ഞാൻ തന്നെ പ്രസ്താവിക്കുകയും രക്ഷിക്കുകയും കേൾപ്പിക്കുകയും ചെയ്തത്. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ സാക്ഷികളെന്ന് യഹോവയുടെ അരുളപ്പാട്. മതി, നിങ്ങൾ എൻ്റെ സാക്ഷികളെന്ന് യഹോവയുടെ അരുളപ്പാട്. നാം ഇന്നലെ ചിന്തിച്ച വാക്ക് യഹോവ അല്ലെങ്കിൽ യാഹ്വേ അല്ലെങ്കിൽ സർവശക്തൻ, ഞാനാകുന്നവൻ ഞാൻ ആകുന്നു. ഐ ആം ദാറ്റ് ഐ ആം. അത് കഴിഞ്ഞ ദിവസം മുതലേ നമ്മൾ ചിന്തിച്ചു. മോശ ചോദിച്ചപ്പോൾ മോശയ്ക്ക് കൊടുത്ത പദം, ആ വാക്കും കൊണ്ടാണ് മോശ ഫറവോൻ്റെ നാട്ടിൽ പോയി അത്ഭുതങ്ങൾ അടയാളങ്ങൾ കാണിച്ച് റിസൾട്ടുമായിട്ട് വരുവാൻ ഇടയാക്കി തീർത്തത്. അത് 430 വർഷത്തെ അടിമത്വത്തിൽ നിന്നും പുറത്തു വരാനാണ്. ഞാൻ ഇന്ന് രാത്രി ഒരു കാര്യം കൂടി ഇടയ്ക്ക് ചേർക്കുകയാണ്. നമ്മുടെ പ്രശ്നത്തിൻ്റെ വർഷങ്ങൾ നമുക്കറിയാമോ എന്ന് എനിക്കറിയത്തില്ല. അഥവാ നമ്മുടെ പ്രശ്നത്തിൻ്റെ വർഷങ്ങൾ നമുക്കറിയാൻ പറ്റുമെങ്കിൽ 430 വർഷത്തിൻ്റെ പഴക്കവും നമുക്ക് കാണത്തില്ലെങ്കിലും ചെറിയ ചെറിയ വർഷത്തെ പഴക്കേ കാണത്തുള്ളൂ. എങ്കിലും എളിയവരായ നമ്മുടെ നാവിനെ അത്രയും വർഷത്തെ പഴക്കത്തിലെ കെട്ടിനെ പൊട്ടിച്ച് പുറത്തു കൊണ്ടുവരുവാൻ നമ്മുടെ നാവിന് അധികാരമുണ്ട്. മോശയ്ക്ക് കൊടുത്തതുപോലെ ഇന്ന് രാത്രിയിലും ദൈവം നമുക്ക് തരുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ എത്ര പേര് കരങ്ങൾ അടിച്ച് അതിനെ ആമേൻ എന്നൊരു വാക്ക് പറഞ്ഞ് സ്വീകരിക്കാൻ പറ്റും? നമ്മുടെ ഏറിയ വർഷങ്ങളുടെ പ്രശ്നത്തെ നമ്മുടെ നാവിൽ ദൈവത്തിന് അധികാരത്തോടെ നമുക്കും കൽപ്പിച്ചാൽ അത് അപ്പോഴും തന്നെ സംഭവിക്കും. അത് ദൈവം നമുക്ക് തന്ന വാക്കാണ്. 2, അബ്രഹാമിന് ദൈവം കൽദയ പട്ടണൂരിൽ നിന്നും ദൈവം തിരഞ്ഞെടുത്തു. തൻ്റെ നാമനകത്തേക്ക് യഹോവ എന്ന പദം കൊടുത്ത് അധികാരത്തോടെ ഇറങ്ങിത്തിരിച്ചു. അത് 17-ാം അധ്യായം ഉൽപ്പത്തി 17:1-18 നാം ഇന്നലെ ചിന്തിച്ചു. അവിടെ ഇറങ്ങി വന്ന കർത്താവ് യഹോവ എന്ന പദം നാം ദൈവസന്നിധി പഠിപ്പാൻ കാരണമായി. നാം ഇന്നലെ മറ്റൊരു കാര്യം ചിന്തിച്ചു. യഹോവ എന്ന പദം അല്ലെ യാഹ്വേ എന്ന പദം, ഐ ആം ദാറ്റ് ഐ ആം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഹവ്വയാണ് എന്നുള്ള കാര്യം നമ്മൾ ഇന്നലെ രാത്രി ചിന്തിച്ചു. ഇത് 2ാമത്തെ വ്യക്തി കയ്യനാണ്. അവിടെ ഒന്ന് വായിച്ച് നമുക്ക് വരാം. 4-ാമത്തെ ഉൽപ്പത്തി 4-ന്റെ 3-ാമത്തെ വാക്യം, ഉൽപ്പത്തി 4-ന്റെ 4-ാമത്തെ വാക്യം വായിച്ചിട്ട് നമുക്ക് വായിച്ച ദൂതനോട് കയറി വരാം. വായിച്ച് കുറെ കാലം കഴിഞ്ഞിട്ട് കയ്യൻ നിലത്തെ അനുഭവത്തിൽ നിന്ന് യഹോവയ്ക്കൊരു വഴിപാട് കൊടുത്തു. അപ്പൊ യഹോവയ്ക്കൊരു വഴിപാട് കൊടുത്തു. അപ്പോൾ ആദ്യം പറഞ്ഞത് ഔവ പറഞ്ഞു. 2-ാം പ്രാവശ്യം യഹോവയ്ക്കൊരു യാഗം കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കയ്യൻ യഹോവയ്ക്ക് തൻ്റെ മേൽത്തരമായ നന്മയെന്നും ഒന്ന് കൊടുത്ത് യാഗം കഴിപ്പിച്ചു. ഇനി 4-ാമത്തെ വാക്യം ഹാബേലുമായിട്ട് ബന്ധപ്പെട്ട വാക്ക് വായിച്ചു പ്ലീസ്. വായിച്ചു. ഹാബേലും ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ നിന്ന്
അവിടെ മേധസ്സിൽ നിന്ന് തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു. യഹോവ ഹാബേലിനും അവന്റെ വഴിപാടിനും പ്രസാദിച്ചു. അപ്പൊ നോക്കണം, മൂന്നാമത്തെ വാക്യം യഹോവ. അപ്പോൾ ആദ്യത്തത് ഹവ്വ പറഞ്ഞു, രണ്ടാം പ്രാവശ്യം കയ്യൻ പറഞ്ഞു, മൂന്നാമത്തെ പ്രാവശ്യം ഇളയ മകനായ ഹാബേൽ പറഞ്ഞു. അപ്പൊ ഇവിടെ ഒരു ദൂത് നമുക്ക് പറയാൻ പറ്റുമല്ലോ, മാതാവ് ഏത് ദൈവത്തെ എങ്ങനെ ആരാധിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പിൻതലമുറക്കാർ ആ ദൈവത്തെ ആരാധിക്കുന്നുവെന്ന് ഇന്ന് രാത്രി ഞാൻ പറഞ്ഞാൽ, ഈ ഉപവാസത്തിന് 10ാമത്തെ രാത്രിയിൽ എനിക്ക് നല്ല ബോധ്യമുണ്ട്. നാം സേവിക്കുന്ന ദൈവം സർവശക്തനും സർവ്വവ്യാപിയും സർവജ്ഞാനിയും ദൈവമാണെങ്കിൽ മാതാപിതാക്കളെ നാം ദൈവത്തെ അല്ലാതെ മറ്റൊരു ദൈവത്തെ നമ്മുടെ തലമുറകൾ സേവിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് നമുക്ക് ഒരത്ഭുതം പ്രതീക്ഷിക്കാം. നമുക്ക് പറയാം, നമ്മുടെ ദൈവത്തെ പോലെ മറ്റൊരു ദൈവം ലോകത്തില്ല. ആ ദൈവത്തെ മാത്രം ഞാൻ ആശ്രയിക്കുന്നു. ആ യഹോവയല്ലാതെ വേറെ ദൈവമില്ലെങ്കിൽ ആ ദൈവത്തിൻ്റെ നാവ് മാത്രമേ എൻ്റെ നാവ് വരത്തുള്ളൂ. മറ്റൊരു നാമിനകത്ത് വരികയില്ല. നമുക്ക് നാം വായിച്ച കുറുവാക്യത്തിൽ നിന്ന് ഒത്തിരി വെളിപ്പാടെടുക്കാനുണ്ട്. ആ വെളിപ്പാടിലേക്ക് ഞാൻ നീങ്ങിയാണ്. ഒരു പ്രാവശ്യം കൂടി ഒന്ന് വായിക്കാമോ? 43 10ാമത്തെ വാക്യം, ഐശയ്യാ ചാപ്റ്റർ 43 അതിന്റെ ചാപ്റ്റർ 11 ബാക്കി 11. പ്രൈസ് ഗോഡ്. ഞാൻ തന്നെ യഹോവ, ഞാനല്ലാതൊരു രക്ഷിതാവുമില്ല. നിങ്ങൾ അറിഞ്ഞു എന്നെ വിശ്വസിക്കുകയും, അല്ലെ അതിലെ വാക്ക്, നിങ്ങൾ അറിഞ്ഞ് എന്നെ വിശ്വസിക്കുകയും ഞാനാകുന്നു എന്ന് ഗ്രഹിക്കുകയും ചെയ്യേണ്ടതിന് നിങ്ങൾ എന്റെ സാക്ഷികളും ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എന്റെ ദാസനുമാകുന്നു എന്ന് യഹോവ. അപ്പോൾ ആ പദം ഓർത്തോണം, നിങ്ങൾ എന്നെ അറിഞ്ഞ് വിശ്വസിക്കണം. എന്താ വാക്ക് അവിടെ ഓർപ്പിക്കുക? കാരണം നിങ്ങൾ വേറൊരു ദൈവമില്ല. അതിന് മുമ്പിലും ആ ഒരു ദൈവം വന്നിട്ടില്ല. അതിനു ശേഷവും ദൈവങ്ങൾ വന്നു, ഇതുപോലെ ദൈവം വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെയെങ്കിൽ ആ ദൈവത്തെ നിങ്ങൾ അറിയണം എന്ന വാക്ക്. ഞാൻ പുറപ്പാട് 3:7 വാക്യം ആർക്കെങ്കിലും കാണാതെ ഒന്ന് പറയാൻ പറ്റുമെങ്കിൽ ഒരു 100 മാർക്ക് തരാൻ സാധ്യതയുണ്ട്. ആണ്ടോ, നിങ്ങൾ നോക്കി വായിക്കുകയാണ്, നിങ്ങൾ സമയം കഴിഞ്ഞു. മൂന്ന് കാര്യം. ഒന്ന്, എൻ്റെ കഷ്ടത ഡയറക്റ്റായിട്ട് കണ്ട ഒരു യഹോവ. 2, എൻ്റെ കഷ്ടത ഡയറക്റ്റായിട്ട് കേട്ട ഒരു യഹോവ. 3, എൻ്റെ കഷ്ടത ഡയറക്റ്റായിട്ട് അറിഞ്ഞ ഒരു യഹോവ. അങ്ങനെയെങ്കിൽ നമ്മുടെ കഷ്ടം കണ്ടവൻ, നമ്മുടെ കഷ്ടം അറിഞ്ഞവൻ, നമ്മുടെ കഷ്ടം കേട്ടവനെങ്കിൽ ആ ദൈവത്തെ നമുക്കറിഞ്ഞിടത്തെന്താ? മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തെ പറ്റി അറിഞ്ഞവരൊന്നും ചീർക്കത്തില്ല, പക്ഷെ മറ്റു പലതിനെ കുറിച്ച് അറിഞ്ഞവരെല്ലാം ചീർക്കും. അതാണ് പൗലോസ് പറഞ്ഞ അറിവ് ചീർക്കുമെന്ന് പലവാക്കാൻ. പക്ഷെ ദൈവത്തെക്കുറിച്ച് അറിയരുത് പോലെ അറിയയോ, ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കിയത് പോലെ മനസ്സിലാക്കിയോ ചെയ്തവരാരും ഇന്നേ നാഴിക വരെ ദൈവത്തെ വിട്ട് പോയിട്ടില്ല. അത്രയ്ക്ക് ശ്രേഷ്ഠനായ ഒരു ദൈവമാണ് നമ്മുടെ കർത്താവെന്ന് അവൻ നമുക്കൊരു ഉറപ്പ് ഇന്ന് രാത്രി ഉണ്ടാകണം. അപ്പം എൻ്റെ കഷ്ടം അറിഞ്ഞവൻ, ഞാൻ ആ ഭാഗം ഓർക്കണം, പറയുമ്പോൾ ശ്രദ്ധിക്കണം. എന്നെ അറിഞ്ഞവൻ, എന്നെ കണ്ടവൻ, എന്നെ മനസ്സിലാക്കിയവർ, എൻ്റെ കഷ്ടത, എൻ്റെ ഇല്ലായ്മ, എൻ്റെ ശൂന്യത, എൻ്റെ പരാജയങ്ങൾ, എൻ്റെ നിറവില്ലായ്മകൾ, ഞാൻ അനുഭവിക്കുന്ന സകല വിഷയത്തെയും ഞാൻ ആവശ്യപ്പെടാതെ എന്നെ അറിഞ്ഞ് എനിക്ക് വേണ്ടി പരിഹാരം തന്ന ഒരു ദൈവത്തെക്കുറിച്ച് എനിക്ക് എന്തുകൂടെ അറിഞ്ഞുകൂടെ എന്ന ചോദ്യമാണ്. പ്രൈസ് ഗോഡ്. ആ ചോദ്യമാണ് മോശ ചോദിച്ചത്. എനിക്ക് അങ്ങേ ഒന്ന് അറിയണം, അങ്ങ് ആരെന്നൊന്ന് പറഞ്ഞു തരാമോ എന്ന് മോശ ചോദിച്ചപ്പോൾ പറഞ്ഞ വാക്കാണ് ഐ ആം ദാറ്റ് ഐ ആം. അത് മോശയോട് പറഞ്ഞല്ലേ, എന്നോട് പറയണ്ടേ? സഹോദരന്മാരെ, ദൈവമക്കളെ, മാതാപിതാക്കളെ ശ്രദ്ധിക്കൂ. അത് പറഞ്ഞ ആരോടാ? മോശയോടാ. അതാ നമ്മളിപ്പോൾ നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എൻ്റെ ചോദ്യം അതല്ല. മോശയോട് പറഞ്ഞ ദൈവത്തിന് എന്തുകൊണ്ട് എന്നോട് പറഞ്ഞുകൂടാ? നമ്മൾ ചോദ്യം മറക്കരുത്. സൂര്യാന്നി ഗിബയോനിലും ചന്ദ്രാന്നി അയ്യലോൻ താരും നിൽക്കാൻ യോശുവ പറഞ്ഞപ്പോൾ നിന്നുവെങ്കിൽ എൻ്റെ ചോദ്യം, എന്തുകൊണ്ട് ഈ കാലത്ത് നാം പറഞ്ഞാൽ പല കാര്യം നടക്കത്തില്ലയോ? നടക്കും. അതിനായി ഉപവാസ പ്രാർത്ഥന പറഞ്ഞ് നടക്കാനാണ്.
2, ഇവിടെ മോശ ചോദിച്ചു, നീ ആരാണ് കർത്താവേ? മറുപടി, ഞാനാകും ഞാൻ. അത് മോശയോട് പറഞ്ഞ കർത്താവ്. എൻ്റെ ചോദ്യം, ഇന്ന് രാത്രിയിൽ ഞാനൊരു ചോദ്യം ചോദിച്ചാൽ എനിക്ക് വേണ്ടി എൻ്റെ ചെവിയിൽ, എൻ്റെ ആത്മാവിൽ വന്ന് സംസാരിക്കണ്ടേ എൻ്റെ കർത്താവിന്? എങ്കിൽ ഞാനും എൻ്റെ ദൈവവുമായിട്ടുള്ള എന്തെങ്കിലും ഗ്യാപ്പ് വന്നിട്ടുണ്ടെങ്കിൽ, എന്ത് അകൽച്ച വന്നിട്ടുണ്ടെങ്കിൽ, എന്ത് കുറവ് വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തോട് ക്ഷമ ചോദിച്ച് ശുദ്ധീകരിക്കണം. പ്രാപിക്കേണ്ട ഉപവാസമാണ് ഈ ഉപവാസ പ്രാർത്ഥന. ബാക്കി പിന്നത്തെ കാര്യം, അവ 2 കാര്യം മറക്കരുത്. എന്നെ ദൈവം അറിഞ്ഞു, റിയലി, എങ്കിൽ പിന്നെ എനിക്ക് ദൈവത്തെ അറിയണം. കണ്ടിപ്പാ, നിർബന്ധമാണ്. അത് ഇന്ന് രാത്രി അറിയണം. അങ്ങനെ അറിഞ്ഞാൽ ആ അറിവ് നമ്മെ കൊണ്ടെത്തിക്കുന്നത് വേറൊരു മണ്ഡലത്തിലാണ് കേട്ടോ. ദൈവത്തെക്കുറിച്ചൊരു അറിവ്, അതൊരു തിയോളജി ഭാഷയാണ്. ദൈവത്തെക്കുറിച്ച് പഠിക്കാൻ പറ്റില്ല, ദൈവത്തെക്കുറിച്ച് പ്രാപിക്കാനേ പറ്റുകയുള്ളൂ. കാര്യം ദൈവത്തെക്കുറിച്ച് പഠിക്കാൻ തക്കണം പോയാൽ ഈ ബ്രെയിൻ അതിന് പറ്റത്തില്ല, ഈ ബ്രെയിൻ അതിന് കൊള്ളത്തില്ല, ഈ ബ്രെയിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല. അത്രയ്ക്ക് നാം ഇന്നലെ ചിന്തിച്ചു, നമ്മുടെ കർത്താവ്, അവൻ്റെ ബുദ്ധി അഗോചരമാണ്, അവൻ്റെ പ്രവൃത്തി അഗോചരമാണ്. അവനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച വാക്ക് മറക്കരുത്. അവൻ സർവശക്തിത്വമുള്ളവനാണ്, അവൻ നിത്യതയമാണ്, അവൻ സൃഷ്ടിക്ക് മുമ്പുള്ളവനാണ്. അവനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ പോയാൽ നമ്മുടെ ബ്രെയിന് താങ്ങാൻ പറ്റില്ല. പക്ഷെ ദൈവത്തെ പ്രാപിക്കാൻ പറ്റും. അവനെ കുറിച്ച് ചെറിയൊരു അറിവ് പ്രാപിക്കണം. അങ്ങനൊരു അറിവ് പ്രാപിച്ചാൽ നിഴലുപോലെ ഹാനോക്ക് ദൈവത്തിന് കൂടെ സഞ്ചരിച്ചതുപോലെ നമുക്കും സഞ്ചരിക്കാൻ പറ്റും. എങ്കിൽ പിന്നെ ഹാനോക്കിന്റെ മകനായ മെഥുശലേഖിന് ദൈവം 969 വർഷം നീട്ടിക്കൊടുത്തത് അപ്പൻ ദൈവത്തെ അനുഭവിച്ച് പ്രാപിച്ച് ദൈവത്തിന്റെ തണൽ പറ്റി, ദൈവത്തെ സാമീപ്യം പറ്റി സഞ്ചരിച്ചത് കൊണ്ട് നിന്റെ മക്കൾ ശരണം പ്രാപിച്ചു, നിന്റെ മക്കൾ ആശ്വാസം പ്രാപിച്ചു, നിന്റെ മക്കൾ അലയുവാൻ സമ്മതിച്ചില്ല. ഇന്ന് രാത്രി കരമടിച്ചു പറയണം, ദൈവത്തിന്റെ പുറകെ സഞ്ചരിച്ചവർ, ദൈവത്തിന്റെ സാമീപ്യം അനുഭവിച്ചവർ, ദൈവ ശ്രേഷ്ഠൻ അനുഭവിച്ചവർ, നിങ്ങളുടെ മക്കളെ കുറിച്ച് ടെൻഷൻ വേണ്ട, നിങ്ങളുടെ കുടുംബത്തിന് ടെൻഷൻ വേണ്ട, നിങ്ങളുടെ കാര്യമൊക്കെ നിവർത്തിച്ച് എനിക്കറിയത്ത കുടുംബത്തോട് തലമുറയോട്ട് അവൻ വ്യാകുലപ്പെടുന്ന ദൈവം സംസാരിക്കുന്നു. അവൻ ദൈവത്തെ അനുഭവിച്ചവർ, ദൈവത്തെ പ്രാപിച്ചവർ, ദൈവത്തെ അറിഞ്ഞവർ, ദൈവത്തെ അനുഭവിച്ചവർ, അവൻ തലമുറയ്ക്ക് വേണ്ടി ദൈവം ചില കാര്യങ്ങൾ കരുതി വെച്ചിട്ടുണ്ട്. അത് ശ്രേഷ്ഠകരമായ കാര്യമാണ്. ദൈവത്തെ അനുഭവിച്ചവരെ, ദൈവത്തെ അറിഞ്ഞവരെ, ദൈവത്തെ പ്രാപിച്ചവരെ, ദൈവ സാമീപ്യം തിരിച്ചറിഞ്ഞവരെ, ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്ന അവകാശത്തെ ശ്രേഷ്ഠത നിസാരമല്ല എന്ന് ഇന്ന് രാത്രി തിരിച്ചറിയണം. അത് അനുഭവിച്ചവർ അവരുടെ തലമുറയോർത്ത് നോ ടെൻഷൻ. മക്കൾക്ക് ശരണമുണ്ടാക്കും. നിശ്ചയം നിശ്ചയം നിശ്ചയം. എന്റെ കർത്താവ് വിശ്വസ്തദൈവമാണ്. ഞാൻ എപ്പോഴും സഞ്ചരിക്കുന്നത് ഒരു വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ സഞ്ചരിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ പല ശൂന്യത വന്നപ്പോൾ, സഹായഹസ്തം നീട്ടാൻ കഴിയാതെ വന്നപ്പോൾ, എല്ലാവരും ശ്രദ്ധിക്കാത്ത ഒരു കാലഘട്ടം എൻ്റെ ജീവിതത്തിലുണ്ടായി. എൻ്റെ പിതാവിന് മരണശേഷം അന്ന് എന്നെ പഠിപ്പിച്ച ഒരു വചനമാണ് മാർക്കോസ് സുവിശേഷം 7-ാം അധ്യായം 37-ാമത്തെ വാക്യം. ഞാൻ പലപ്പോഴും ആവർത്തിക്കാറുണ്ട്, നിങ്ങൾക്ക് ആ വാക്യം ചിലപ്പോൾ അറിയാം. യേശു അല്ലെങ്കിൽ അവൻ സകലവും നന്നായി ചെയ്തു എന്ന വാക്കാണ്. അവിടെ നമ്മൾ പറയുന്ന വാക്ക് യേശു, ഞാൻ പറയും ക്രിസ്റ്റഫറിന് വേണ്ടി, എനിക്ക് വേണ്ടി സകലവും നന്നായി ചെയ്തു എന്ന വാക്കാണ്. ഇന്ന് രാത്രി ഞാൻ പറയാം, ദൈവത്തെ അനുഭവിച്ചവരും, ദൈവത്തെ അറിഞ്ഞവരും, ദൈവത്തെ പ്രാപിച്ചവരും, ദൈവത്തെ തണൽ പറ്റിയവരോട്, മാതാപിതാക്കളെ, നിങ്ങൾ ടെൻഷൻ ഇന്ന് രാത്രി മാറണം.
സഹോദരങ്ങളെ, നിങ്ങളുടെ വ്യാകുലത രാത്രി മാറണം. കുഞ്ഞെ, നിന്നെക്കുറിച്ചുള്ള ദൈവ പദ്ധതി രാത്രി തിരിച്ചറിയണം. ദൈവം നിനക്ക് വേണ്ടി എല്ലാം സകലവും നന്നായി 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 ഏറ്റവും ബേധരമായി ദൈവം ചെയ്തു വെച്ചിട്ടുണ്ടെന്നുള്ള വിശ്വാസമുണ്ടെങ്കിൽ ഇന്ന് രാത്രി പറയണം, എൻ്റെ ദൈവത്തെ എനിക്ക് അറിയണം, എൻ്റെ ദൈവത്തെ എനിക്ക് പ്രാപിക്കണം, ദൈവത്തെ അനുഭവിക്കണം, ദൈവത്തെ രുചിച്ചറിയണം, അതിൽക്കുറിച്ച് സഞ്ചരിക്കണം. അതെനിക്ക് നിസ്സാരമായിട്ടല്ല, ഏറ്റവും ശ്രേഷ്ഠമായ നിലയിലേക്ക് ദൈവാത്മാ നടത്തുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിന്റെ രാത്രി ഇടപെടുകയാണ്. നിങ്ങളുടെ ഹൃദയത്തിനകത്ത് അല്പമെങ്കിലും തണുപ്പും ആശ്വാസവും പ്രത്യാശയും വന്നുവെങ്കിൽ ആ ഇരുകരമുയർത്തി മഹാദൈവത്തിന് നന്ദി പറയാമോ? യേശു എനിക്ക് വേണ്ടി സകലവും നന്നായി ചെയ്തിട്ടുണ്ട്. യേശു ക്രിസ്തു എനിക്ക് വേണ്ടി സകലം നന്നായി ചെയ്തിട്ടുണ്ട്. യേശു ക്രിസ്തുവിന്റെ തലമുറയ്ക്ക് വേണ്ടി നന്നായി ചെയ്തിട്ടുണ്ട്. യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നന്നായി പ്രവർത്തിച്ചിട്ടുണ്ട്. യേശു ക്രിസ്തുവിന്റെ സഭയ്ക്കായി നന്നായി ഇടപെട്ടിട്ടുണ്ട്. എന്റെ മുന്നോട്ടുള്ള ഗമനത്തിന് വേണ്ടി യേശു ക്രിസ്തു സകല കാര്യത്തെയും ഭംഗിയായി ചെയ്തിട്ടുണ്ട്. ഐ ബിലീവ് ഇറ്റ്, ഐ റിസീവ് ഇറ്റ് ഇൻ ദി നെയിം ഓഫ് ജീസസ്. വിശ്വാസത്തോടെ നന്ദി പറയാം. വേറെ ദൈവത്തെ അറിയരുത്, വേറെ ദൈവത്തെ കാണരുത്, വേറെ ദൈവത്തെ പ്രാപിക്കരുത്, വേറെ ദൈവത്തിന് പുറകെ സഞ്ചരിക്കരുത്. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി സകലവും നന്നായി കരുതി വെച്ചിട്ടുണ്ട്. കരഞ്ഞുകൊണ്ടുറങ്ങിയ എത്രയോ ജീവിതയാത്രയിൽ കഴിഞ്ഞു പോയി. കരഞ്ഞുകൊണ്ടുറങ്ങിയ എത്രയോ രാവുകൾ ജീവിതയാത്ര ഞെട്ടിയുണർന്നു ഞാൻ തലോടലുമായി നാഥൻ ചാരയുണ്ട്. ഓ ഞെട്ടിയുണർന്നു ഞാൻ നോക്കുമ്പോൾ താങ്ങും തലോലലുമായി നാഥൻ ചാരയുണ്ട്. നോക്കണം, എത്രയോ ദിവസങ്ങൾ തലേണ നനച്ചു, എത്രയോ ദിവസങ്ങൾ തിരിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞും ജീവിതത്തിൻ്റെ കഷ്ടപ്പാടിന് ഓർത്ത് വ്യാകുലപ്പെട്ടു. എത്രയോ പ്രാവശ്യം ആദി വന്നു. എന്ത് ചെയ്യും, എവിടെ നിൽക്കും, ഏത് ചെയ്യുമെന്ന് തിട്ടമില്ലാത്ത അന്തരീക്ഷം വെളിപ്പെട്ട് വന്നു. എന്നാൽ അവിടെയെല്ലാം നാം പോലും അറിയാതെ നമുക്ക് വേണ്ടി തണലായി നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിരുന്ന് നമ്മെ താങ്ങിയെങ്കിൽ ആ ദൈവത്തെ അറിയണമേ, ആ ദൈവത്തെ അനുഭവിക്കണമേ, ആ ദൈവത്തെ പ്രാപിക്കണം, ആ ദൈവത്തിന് പുറകെ സഞ്ചരിക്കണം. എന്നെ അറിഞ്ഞെന്റെ കഷ്ടപ്പാടുകൾക്ക് പരിഹാരം വരുത്തിയെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് ആ ദൈവത്തെ അറിഞ്ഞുകൂടാ, അനുഭവിച്ചുകൂടാ, എനിക്ക് ആ ദൈവത്തെ പ്രാപിച്ചുകൂടാ, എനിക്ക് ആ ദൈവത്തിന് പുറകെ പോയിക്കൂടാ? അത് നമ്മുടെ ജീവിതത്തിൻ്റെ രാത്രിയിൽ ഒരു ഡെഡിക്കേഷനായി മാറണം. പ്രൈസ് ഗോഡ്. നിങ്ങൾ അറിഞ്ഞു എന്നെ വിശ്വസിക്കുകയും ഞാനാകുന്നു എന്ന് ഗ്രഹിക്കുകയും ചെയ്യണം. ഞാനാകുന്നു എന്ന് ഗ്രഹിക്കുക. ഈ ഇതാണ് ദൈവം മോശയോട് പറഞ്ഞ വാക്ക്. കുഞ്ഞെ, നീ പറയണം ഞാൻ ആരെന്ന്, നീ എന്നെക്കുറിച്ച് അറിഞ്ഞ് ഗ്രഹിക്കണം. ഇത് നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര ബോർഡാക്കി കേട്ടോ, നമ്മെ ഭയങ്കര ബോർഡാക്കും, ഒരുക്ക മനുഷ്യനാക്കി മാറ്റും, ഒരാത്മധൈര്യം നൽകും. പ്രൈസ് ഗോഡ്. അതാ ദൈവത്തിന് യഹോവ ഭക്തന് ദൃഢധൈര്യം. ഈ ധൈര്യം ഇവിടെ നിന്ന് കിട്ടി. ഞാൻ ദൈവത്തെ അറിഞ്ഞു, അവനെ അനുഭവിച്ചത് കൊണ്ട് ഞാൻ ദൈവത്തെ ഗ്രഹിച്ചു. അതാണ് ഞാൻ ഇത്രയും ആവേശത്തോടെ പ്രസംഗിക്കുക. കാരണം മുഖ്യ ദിവസത്തിലും അധികം ഉറങ്ങാൻ തക്കവണ്ണം ഞാൻ എൻ്റെ സമയം കളയാറില്ല. അഥവാ ഉറങ്ങുന്നുവെങ്കിൽ ഉച്ചയ്ക്ക് ചില സമയത്ത് ഉറങ്ങാൻ താല്പര്യപ്പെടാറുണ്ട്. രാത്രി മാക്സിമം എനിക്ക് ഉറക്കം കുറവാണ്. അവിടെയൊക്കെ എൻ്റെ ചിന്ത എൻ്റെ കർത്താവിൻ്റെ കുറിച്ചുള്ള ചിന്തയാണ്. എൻ്റെ ദൈവവനെ നടത്തിയ വിധത്തെ ഓർത്താണ്, ദൈവനെ നടത്താൻ പോകുന്ന വിധത്തെക്കുറിച്ചാണ്. ഇതിനെക്കുറിച്ച് ഒരു വലിയൊരു ഗ്രാഫിക് ഞാൻ ഉണ്ടാക്കും, ഒരു പ്ലാൻ ദൈവം തയ്യാറാക്കും. ഈ റൂട്ട് കൂടി സഞ്ചരിക്കും, ഇത് ദൈവം എന്നെ പ്രാപിപ്പാൻ അനുവദിക്കും, ഈ മേഖലയാണ് എനിക്ക് ദൈവം ചെയ്യിക്കുന്നത്, ഒരു ഗ്രാഫിക് ദൈവം കാണിക്കും. അപ്പോൾ അത് വരുമ്പോൾ ഈ സന്തോഷം കൊണ്ടും
നന്ദി കൊണ്ടും ഒക്കെ ഞാൻ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയും കടന്ന് നന്ദി സ്വോത്രം പറയുകയും ചെയ്യും. ഞാൻ പറഞ്ഞ അർത്ഥം എന്ന് പറയുക, ദൈവമക്കളെ, ദൈവത്തെ ഗ്രഹിക്കണം. ഇന്ന് രാത്രി ദൈവത്തെ വിശ്വസിക്കണം. 2, ദൈവത്തെ ഗ്രഹിക്കണം. ഒന്ന് പറഞ്ഞാട്ടെ അവരൊക്കെ, ഒരാളെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയാമോ? ദൈവത്തെ വിശ്വസിക്കണം, ദൈവത്തെ ഗ്രഹിക്കണം. റൈറ്റ്, താങ്ക് യു ജയ്സേ. ദൈവത്തെ വിശ്വസിക്കണം, നമ്പർ 1. 2, ദൈവത്തെ ഗ്രഹിക്കണം. അപ്പോൾ എൻ്റെ നാവ് വിഷയത്തെ കൊണ്ടുവരാൻ തക്കണ ആ കൽപ്പന പുറപ്പെടുവിക്കണമെങ്കിൽ എനിക്ക് എൻ്റെ ദൈവത്തെ വിശ്വസിക്കണം. 2, എൻ്റെ ദൈവത്തെ ഗ്രഹിക്കണം. ഈ ബ്രെയിനകത്തും നമ്മുടെ രക്തധമനിക്കകത്തും ഈ വചനം പറയുന്നു, ഈ ഒന്ന് വായിക്കാമോ? അത് വായിച്ചാലേ ശരിയാവത്തുള്ളൂ. ഇരമ്യാ പ്രവാചകന്റെ പുസ്തകം ഒന്ന് വായിക്കണേ, പെട്ടെന്ന് വായിച്ചു തരണം. ഇരമ്യാ പ്രവാചക പുസ്തകം അതിൻ്റെ 9-ാമത്തെ അധ്യായത്തിൽ വരണം. അവിടെ ഒരു വാക്ക് കിടപ്പുണ്ട്, ആത്മപൂർണൻ. വായിച്ചേ, ആ വാക്ക് വായിച്ചു. പെട്ടെന്ന് വായിച്ചു പോയോ? രമ്യാവിലാണോ? കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ. ആത്മപൂർണ്ണ ഭ്രാന്തൻ എന്ന് വാക്കുണ്ട്. എവിടെയോ എനിക്കൊരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് വന്നു. എന്താണോ രമ്യാവോ? ലോർഡ് ജീസസ്. ഇവിടെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് വന്നു. സ്വത്രം. ഓക്കെ, പറ്റുമോ? ഞാൻ പറഞ്ഞുതരാം. ആത്മപൂർണൻ ഭ്രാന്തൻ. ദൈവത്തെ വിശ്വസിക്കുകയും ദൈവത്തെ ഗ്രഹിക്കുകയും ചെയ്താൽ പിന്നെ ഒരു ഭ്രാന്തനെ പോലെ ആയിരിക്കും ദൈവത്തോട് സഞ്ചരിക്കുന്നത്. എന്ത് കൽപ്പിച്ചാലും അതേ രീതിയിലായിരിക്കും കൽപ്പിക്കുന്ന വാക്ക്. കിട്ടിയെങ്കിൽ ദൈവമക്കൾ പറയണം, ഇല്ലെങ്കിൽ നിങ്ങൾ പിന്നെ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, സ്തോത്രം. താങ്ക് യു ലോർഡ് ജീസസ്. കിട്ടിയോ? കിട്ടിയില്ല. അപ്പോൾ ഞാൻ പിന്നെ കണ്ടുപിടിക്കാം. സ്തോത്രം. പിന്നെ ഹോശയ എന്തായാലും ഹോശയ, റൈറ്റ്. അതെ, വായിച്ചോ. പ്രവാചകൻ ഭോഷനും ആത്മപൂർണൻ ഭ്രാന്തനും എന്ന് ഇസ്രായേൽ പറയുന്നു. അപ്പോൾ ഹോശയാണ്, ഇരമ്യാവല്ല, ഹോശയ. അപ്പോൾ ഈ പ്രവാചകൻ ഭോഷനും ആത്മപൂർണ്ണ ഭ്രാന്തനും ദൈവത്തെ വിശ്വസിച്ചാൽ, ദൈവത്തെ ഗ്രഹിച്ചാൽ ആ വ്യക്തി ആരായി മാറും? ഭ്രാന്തൻ. പിന്നെ വേറെ ചിന്തിക്കും, ഭ്രാന്തന് വല്ല വെളിവുണ്ടോ? പോകുന്നത് പോക്ക്. ഇതുപോലെയാണ് ദൈവത്തെ ഗ്രഹിച്ചാൽ വേറെ ഒരൊറ്റ വ്യക്തിയുടെ അവിശ്വാസ വാക്ക് നമ്മുടെ ചെവി വരത്തില്ല. വേറൊരു വ്യക്തിയുടേതായ ആശയം നമ്മുടെ അകത്ത് വരത്തില്ല. വേറൊരു വ്യക്തിയുടെ പ്ലാൻ നമ്മുടെ അകത്ത് വരികയില്ല. കാര്യം ഫുള്ളി എൻ്റെ ബ്രെയിനകത്ത് മൊത്തം യഹോവ, എൻ്റെ ബ്രെയിനകത്ത് മൊത്തം ദൈവത്തെ വിശ്വാസം, എൻ്റെ ബ്രെയിനകത്ത് മൊത്തം ദൈവിക ചിന്ത. ഇന്ന് രാത്രി എനിക്ക് ഒരു ചെറിയ നിയോഗം വരുന്നുണ്ട്. ആ ഒരു ബ്രെയിനെ, ആ ഒരു ചിന്തയെ ദൈവമക്കളുടെ കൂടാരങ്ങളിലേക്ക് ദൈവാത്മ ഇന്ന് രാത്രി അയച്ചു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് വരുന്ന അവകാശം, വിശേഷ അവകാശത്തെ നിങ്ങളുടെ നാവ് കൊണ്ട് തന്നെ വിശ്വാസത്താൽ പറഞ്ഞ് അടിപ്പിക്കുന്ന നിലയിൽ ഒരു പ്രവാചക ശബ്ദത്തോടെ ഒരു ആത്മപൂർണനായിട്ട് തന്നെ ഇന്ന് രാത്രി പറഞ്ഞു നോക്കൂ. ആ രോഗങ്ങളെ ശാസിച്ച് പുറത്താക്കൂ. ആ ദാരിദ്ര്യത്തെ പുറത്താക്കി നോക്കൂ. ആ ആത്മീക വളർച്ചയ്ക്ക് വിരുദ്ധമായി നിൽക്കുന്ന ഇരുട്ടിന്റെ ആത്മാവിനെ പൊട്ടിച്ച് പുറത്താക്കൂ. ആ കടബാധിതന്റെ ആത്മാവിനെ ശബ്ദത്തോടെ പുറത്താക്കൂ. ആ വരുമാനത്തെ ബ്ലോക്കാക്കി വെച്ച വെല്ലുവിളികളെ ആത്മാവിന് പൂർണ്ണനായി നിന്നുകൊണ്ട് ആ വാക്കിനെ കൽപ്പിച്ചു നോക്കൂ.
ചില വഴികൾ തുറക്കുകയാണ്. കരമടിച്ച് ആത്മാവ് പറയണം. ചില വഴികൾ ആത്മപൂർണ്ണൻ വിശ്വാസത്താൽ ആത്മപൂർണ്ണം പ്രാപിച്ച വ്യക്തി കൽപ്പിക്കുന്നു, അവകാശത്തെ കൽപ്പിക്കുന്നു, വിടുതൽ കൽപ്പിക്കുന്നു, അത്ഭുതം കൽപ്പിക്കുന്നു, വ്യത്യാസം കൽപ്പിക്കുന്നു. ഇന്ന് രാത്രിയിൽ, ഈ 14 രാത്രിയിൽ ഈ ദൂത് ഭവനത്തിൽ വന്ന് വെളിപ്പെടുമ്പോൾ തന്നെ ആത്മപൂർണ്ണ വ്യക്തി ഞാൻ ഒരു വാക്കുകൂടി ആ വാക്ക് പറയാം. ഈ ആത്മപൂർണ്ണ എന്ന വാക്കിന് ഞാനൊരു വ്യാഖ്യാനം കൊടുക്കുന്നു. അവിശ്വാസമില്ലാത്തവൻ, അല്പം പോലും സംശയമില്ലാത്ത വ്യക്തി, നോ ഡൗട്ട്, ഒരു സംശയമില്ലാത്ത വ്യക്തി. ഞാൻ ചോദിക്കട്ടെ, സംശയമുണ്ടായിരുന്നെങ്കിൽ യോശുവ കൽപ്പിക്കുമോ? മോശയോട് പറയും, അങ്ങ് കൽപ്പിച്ചോളാൻ പറയും, എന്നെ നാണം കെടുത്താതെ. സംശയം ഉണ്ടായിരുന്നെങ്കിൽ മോശ മിസ്രൈമിൽ പോകുമോ? സംശയം ഉണ്ടായിരുന്നുവെങ്കിൽ കൽദയ പട്ടണത്തിൽ നിന്ന് അബ്രഹാം ഇറങ്ങി പുറപ്പെടുമോ? ഇല്ല. ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ നാവ് എന്നൊരു വാക്ക് പുറപ്പെടും. ആ വാക്ക് അവിശ്വാസ വാക്കല്ല, ആത്മപൂർണ്ണ വാക്കായിരിക്കും. ആ ആത്മപൂർണ്ണ ഞാൻ സംസാരിക്കുന്ന ആ വിഷയം നിറവേറും. പ്രൈസ് ഗോഡ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഉപവാസ പ്രാർത്ഥന പ്രസംഗിച്ചിട്ട് ധൃതിയോടെ ഇറങ്ങി വരികയാണ്. ഒരു അമ്മയമ്മോൾ ഓടി വന്നെൻ്റെ വട്ടം നിന്നു. പറഞ്ഞു, പാസ്റ്റർ, ഒരു നന്ദി പറയാനും വന്ന കാര്യം. കഴിഞ്ഞ പ്രാവശ്യത്തെ ഉപവാസ പ്രാർത്ഥന വന്നപ്പോൾ എന്നോട് വിരൽ ചൂണ്ടിൽ വാക്ക് പറഞ്ഞു, വീട്ടിനകത്ത് ഈ ആഴ്ചകൾ ഒരു വിരുന്ന് സർക്കാർ നടക്കാൻ പോകുന്നു, അതിന് മുഖാന്തരം ഒരുക്കാൻ പോകുകയെന്ന് പറഞ്ഞു. ആ മാതാവ് ഓടിയത് വരാൻ എൻ്റെ മൂത്ത മോട് വിവാഹം നടന്നു. അവരെ വിദേശത്ത് കൊണ്ടുപോയി പാസ്റ്റേ. അപ്പം ഞാൻ പറഞ്ഞ ആത്മപൂർണ്ണതയോടെ വിശ്വാസത്തോടെ വിരൽ ചൂണ്ടി ഒരു വ്യക്തിയുടെ മുഖത്തേക്ക് നോക്കി, സൗഖ്യമാകുന്നു, വിടുതൽ പ്രാപിക്കട്ടോ, വിവാഹം നടക്കട്ടെ എന്ന്, വാൽ തുറക്കട്ടെ എന്നോ ഒരു വാക്ക് ആത്മപൂർണ്ണമായിട്ട് നീ പറഞ്ഞാൽ ആ പറഞ്ഞ കാര്യത്തെ അധികം ദിവസം പോകാതെ, അധികം മണിക്കൂർ പോകാതെ, അധികം മിനിറ്റ് പാഴാക്കാതെ, അധികം വർഷം പാഴാക്കാതെ, ഈ മാസം, ഈ ദിവസം, ഈ ആഴ്ച, ഈ മിനിറ്റ് തന്നെ അത് നിറവേറ്റാൻ പറ്റുമെങ്കിൽ അത് ആത്മപൂർണ്ണന്റെ പ്രത്യേകതയാണ്. ഇന്ന് രാത്രി എന്റെ ദൈവത്തെ വിശ്വസിച്ച, എന്റെ ദൈവത്തെ ഗ്രഹിച്ച ആത്മനിറവിൽ ഈ രാത്രി പറ, ഞാൻ കൽപ്പിക്കുന്നു, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ വിഷയത്തിനകത്ത് മാറുപടി വരാതിരിക്കില്ല. ഞാൻ കൽപ്പിക്കുന്നു, വിടുതൽ വാ എന്ന് പറയുന്നൊരു ശബ്ദം നിങ്ങളുടെ നാവിനകത്തേക്ക് ഇന്ന് രാത്രി നൽകിയാണ്. സ്തോത്രം. ഇത് മന്ത്രമോ ഇത് തന്ത്രമോ അല്ല, ഇത് പിതാവ് ദൈവം നമുക്ക് തന്ന അധികാരത്തിന് ശബ്ദമാണ്. അത് കർത്താവിൻ്റെ വചനത്തിൽ പറയുന്നു, നീ എന്നിൽ വിശ്വസിക്കണം. ആ വാക്ക് മറക്കരുത്. നീ എന്നിൽ വിശ്വസിക്കണം, നീ എന്നെ ഗ്രഹിക്കണം. എന്താ കാര്യം? നീ എന്നിൽ വിശ്വസിച്ച് എന്നിൽ ഗ്രഹിച്ചെങ്കിൽ ഫോർ അതേഴ്സ്, മറ്റുള്ളവർക്ക് നീ ഒരു അത്ഭുതം ചെയ്യേണ്ടവളാണ്. നീ എൻ്റെ സാക്ഷി. ആ വാക്ക് ഇന്ന് സാക്ഷിയാണ്. അല്ലാതെ ബൈബിൾ എടുത്ത് ചേർന്ന് വെച്ച് ആട്ടിയിട്ട് ദൈവം നല്ലവനാണ്, വിശ്വസ്തൻ്റെ വാക്ക് മാറാത്തതെന്ന് പറഞ്ഞിട്ട് പോകുന്ന വാക്കല്ല. ഈ ആഴ്ച പറയണ എന്നെ സൗഖ്യമാക്കി എൻ്റെ കർത്താവ്. ഞാൻ എൻ്റെ വിറ്റ്നസ്സാണ്. ഞാൻ വിശ്വാസത്തെ കൽപ്പിച്ചു. ആ കൽപ്പിച്ചപ്പോൾ എൻ്റെ വിഷയത്തെ വിടലായി. അത് ഞാൻ ദൈവസാക്ഷിയാണ്. ഞാൻ പറഞ്ഞപ്പോൾ ആ വഴി തുറന്നു. അതെന്റെ സാക്ഷിയാണ്. സ്തോത്രം. മനസ്സിലാവുന്നു? ദൈവമക്ക് മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ ഇരുന്ന് മോങ്ങി നമ്മൾ ആയുസ്സിനെ വെട്ടിക്കുറയ്ക്കാതെ ഇന്ന് രാത്രി ചാടിക്കേറ്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി വ്യാപരിക്കുന്ന കർത്താവിൻ്റെ അളവറ്റ വലിപ്പം എന്തെന്ന് ഇന്ന് രാത്രി തിരിച്ചറിയണം. തിരിച്ചറിയ, കർത്താവേ, എനിക്ക് യഹോവിശ്വാസമുണ്ട്, ഞാൻ അങ്ങിൽ ഗ്രഹിക്കുന്നു. ഞാൻ ഇന്ന് രാത്രി കൽപ്പിക്കുന്ന യേശുവിന്റെ നാമത്തിൽ ആ വാതിലുകൾ തുറക്കേണ്ട വാതിൽ വർഷങ്ങൾ അടഞ്ഞുപോയി. ആ വാതിൽ ഞാൻ തുറക്കുന്നു എന്ന് പറയണം. ആ തലമുറ ബന്ധിച്ച വിഷയത്തെ പറ്റുമല്ലേ? പറ്റുമെങ്കിൽ ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ അകത്തൊരു വിശ്വാസത്തിന്റെ തിരുതൽ വരുന്നുണ്ടോ? അകത്തൊരു കോൺഫിഡൻറ്റ് വരുന്നുണ്ടോ? ആത്മധൈര്യം വരുന്നുണ്ടോ? എനിക്കത് ഫീൽ ആകുന്നുണ്ട്. എനിക്കത് മനസ്സിലാകുന്നുണ്ട്. ഞാൻ ചോദിച്ച വാക്ക് ഒന്ന് സ്തോത്രം പറയാമോ? എനിക്കറിയാം, ഞാനിവിടെ ഇരിക്കുമ്പോഴും എൻ്റെ അകത്ത് ഒരു ആത്മാവ് തിരുതലാണ്. ഞാൻ പറയുന്നു, അത് ഞാൻ പറയുന്ന കാര്യം നടക്കും. ഇനി അത് കാലതാമസം വരില്ല. യേശുവിൻ്റെ നാമത്തിൽ കാലതാമസം വരില്ല.
ഞാൻ യഹോവയുടെ സാക്ഷിയാകേണ്ടതാണ്, ഞാൻ ക്രിസ്തുവിൻ്റെ സാക്ഷിയാകേണ്ടതാണ്. യഹോവ എനിക്ക് വേണ്ടി ചെയ്ത അത്ഭുതത്തെക്കുറിച്ച് അവയെ മറ്റുള്ളവരോട് പറയുന്ന വ്യക്തിയാണ്. അങ്ങനെ പറഞ്ഞ് അവർ വിശ്വാസം വരത്തക്കവണ്ണം അടയാളത്തോടൊരു അത്ഭുതം ദൈവം എനിക്ക് വേണ്ടി ചെയ്യാൻ പോകുകയാണ് യേശുവിൻ നാമത്തിൽ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒരു കാര്യം ഇടയ്ക്ക് കയറി പറഞ്ഞിട്ട് ഞാൻ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ സമയം മുമ്പോട്ട് പോകുന്നു. നമ്മൾ ഈ ഡേ കെയർ പെന്തിക്കോസ്റ്റ് സിസ്റ്റം മാറണം. മനസ്സിലാകുന്നുണ്ടോ? ഈ ഒന്നുകൂടി പറഞ്ഞ പാമ്പർ പെന്തിക്കോസ്റ്റാണെന്ന് പറയും. സ്വയമായിട്ടൊന്നും ചെയ്യത്തില്ല, വേറെ ആരെങ്കിലും ഉണ്ടെങ്കിലേ ചെയ്യത്തുള്ളൂ. അത് വേണ്ട. ഇന്ന് രാത്രി സ്വയപ്രാപ്തി, സ്വയമായിട്ട് കയറി ക്ലച്ച് പിടിക്കുന്നു. നമ്മൾ ഡിഗ്രി കഴിഞ്ഞ് നമ്മൾ സ്വയം പ്രാപ്തിയിലേക്ക് നിൽക്കുന്ന ഒരു കാലമുണ്ടല്ലോ, അങ്ങൊരു മെച്യൂരിറ്റി പെന്തിക്കോസ്റ്റായി മാറണം. ഈ ഉപവാസ പ്രാർത്ഥന എന്നോട് പറയണം, പാസ്റ്റർ ധൈര്യമായിട്ട് ഞാൻ പാസ്റ്റർ കാര്യം ഞാൻ കൽപ്പിച്ച് പാസ്റ്റർ വീട്ടിൽ കൊണ്ട് എത്തിക്കാം. ഞാനും പറയും, നിങ്ങൾ ആൻറ്റി മര്യാദയ്ക്ക് അവിടെ ഞാൻ കൽപ്പിച്ച ആ സാധനം അവിടെ എത്തിക്കാം എന്ന് പറയുന്നതിലൊരു മെച്യൂരിറ്റി നമുക്കുണ്ടാകണം. അല്ലെങ്കിൽ തത്തമ്മ പൂച്ച എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ അവിടെ നിന്ന് അടുത്ത ഗ്രേഡിലോട്ട് കയറണം. നരിയാണിയോളമായി, മുട്ടോളമായി, അരയോളമായി, പിന്നെ അത് സ്വപ്നം കണ്ട് സ്വന്തം പറഞ്ഞു നീന്തണം. ഇങ്ങനെ മത്സ്യം മീനൊക്കെ വെള്ളത്തിൽ നീന്തണം. ആ നീന്തി പോകണം. ആട് ഹെൽപ്പ് വേണ്ടെന്നേ, ആട് മുമ്പിൽ തലവ് നിൽക്കേണ്ട ആവശ്യമില്ലെന്നേ. അങ്ങ് വീട് കേസ് വിട്, അങ്ങ് വിടുന്നേ. പലരും നമ്മളെക്കുറിച്ച് പറയുമ്പോൾ ഞങ്ങളില്ലെങ്കിൽ കാണാമായിരുന്നു ഇദ്ദേഹം. ആ പോകുമ്പോഴേ സ്വത്രം വഹിക്കാം. ഞാൻ ബിലീവ് ഇൻ ജീസസ്. ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. ആൻഡ് ഡിപ്പെൻഡ്, ഞാൻ കർത്താവിൽ ആശ്രയിക്കുന്നു. എനിക്കത് കോൺഫിഡൻ്റ് ഉണ്ടെന്ന് പറയണം ഇന്ന് രാത്രി. അല്ലാതെ നിങ്ങൾ പാമ്പറാകരുത്. നിങ്ങളിതിന് വിശ്വത്ര ഡേക്കർ പെന്തിക്കോസ്റ്റാകരുത്. ഇന്ന് രാത്രി ഈ ഉപവാസത്തിൻ്റെ 10ാം ദിവസം രാത്രിയാണ്. ആത്മാവിന് പറഞ്ഞ വാക്ക് ആത്മപൂർണൻ പുരാതൻ. അതാണ് ഇന്ന് രാത്രി മനസ്സിലാക്കേണ്ട വാക്ക്. അതിനർത്ഥം ദൈവം പറയുന്നു, നിങ്ങൾ എന്നെ വിശ്വസിക്കണം. 2, നിങ്ങൾ എന്നെ ഗ്രഹിക്കണം. ഞാൻ നിങ്ങളെ അറിഞ്ഞില്ലേ, ഞാൻ നിങ്ങളെ ഗ്രഹിച്ചില്ലേ. നിങ്ങളുടെ അടുക്കളയ്ക്കകത്ത് ആകാരമില്ല സമയത്ത് ഞാൻ അറിഞ്ഞിട്ട് സാധനം കൊണ്ട് വന്നില്ലേ. നിങ്ങളുടെ പേഴ്സിനകത്തെ നിങ്ങളുടെ പേഴ്സിനകത്ത് പൈസ കുറഞ്ഞപ്പോഴേ നിങ്ങളുടെ പേഴ്സിനകത്ത് പൈസ കുറഞ്ഞ കാര്യം ഞാൻ അറിഞ്ഞില്ലേ. കൊടി നിറച്ചിട്ട് തന്നില്ലേ പ്രേക്ഷിക്ക. നിങ്ങൾ പറ എന്തെങ്കിലും സ്വത്രം വഹിക്കാൻ. ലോൺ അടയ്ക്കാൻ തക്കാൻ തലേ ദിവസം വരെ പൈസയുടെ സമയത്ത് നാം അറിയാതെ ആ ബാങ്കിനകത്ത് അക്കൗണ്ടിനകത്ത് കാശ് ഇല്ല എന്ന് അറിഞ്ഞിട്ട് ആരോട് പറഞ്ഞ് കർത്താവ് കൊണ്ടിട്ട് തന്നില്ലേ. നമ്മെ അറിഞ്ഞില്ലേ കർത്താവ്? പറഞ്ഞോ? നിങ്ങൾ പറ. കുഞ്ഞിന് ഫീസ് അടയ്ക്കാൻ കാശില്ല സമയത്ത് ദൈവം ആരെയെ കൂടി പ്രേരിപ്പിച്ച് കൊണ്ടിട്ട് കൊടുത്തില്ലേ കർത്താവ്? അത്രയ്ക്ക് എന്നെ അറിഞ്ഞില്ലേ കർത്താവ്? നമ്മുടെ തലമുറ അറിഞ്ഞില്ലേ? പിന്നെ എന്തോ നമുക്കറിഞ്ഞുകൂടാ? പ്രൈസ് ദി ലോർഡ്. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, നമ്മുടെ പിതാക്കന്മാർക്കൊന്നും വലിയ പരിജ്ഞാനവും അറിവൊന്നും ഇല്ലായിരുന്നു. അവർക്ക് ആകെ അറിയാം യേശുവിനെ അറിയാവൂ, പിന്നെ സ്വർഗവും നരകവും അറിയാം. നരകത്തെക്കുറിച്ച് പേടിയുള്ളതുകൊണ്ട് സ്വർഗത്തേക്ക് വേണ്ടി മാത്രമേ പറയത്തുള്ളൂ. അതിനുവേണ്ടി മാത്രം ഉപവസിച്ചവരുണ്ട് സ്വർഗത്ത് പോകാൻ. അതിനുവേണ്ടി മാത്രം അന്യഭാഷ പറഞ്ഞു പോയവരുണ്ട്. വേറെ ഒന്നും വേണ്ട. കിടന്നതെല്ലാം ചാണാൻ മെഴുകിയ തറയിലും ആ ഓലം മെടഞ്ഞ സ്ഥലത്തൊക്കെ കിടന്നത്. അത്രയ്ക്ക് പരിമിതി ഉണ്ടായിരുന്നു. പാറ്റയും പല്ലിയും പഴുതാലും പാമ്പും എല്ലാം ചേർന്ന് കിടന്ന് സഞ്ചരിച്ച സമയമുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ദൈവം എത്രയോ അവസരങ്ങൾ ഒരുക്കി തന്നത് അവരെ അറിഞ്ഞിട്ടാണ് നമ്മെ ഉയർത്തിയത്. കേട്ടോ? സ്തോത്രം. അന്നത്തെ കഷ്ടപ്പാട് കണ്ട്, അന്നത്തെ ദാരിദ്ര്യം അറിഞ്ഞ്, അന്നത്തെ ഇല്ലായ്മ അറിഞ്ഞ് നമ്മെ ഇത്രത്തോളം കൊണ്ടുവന്നുവെങ്കിൽ എൻ്റെ മാതാപിതാക്കളെ കുഞ്ഞെ എന്തുകൊണ്ട് എനിക്കൊരു ദൈവത്തെ അറിഞ്ഞുകൂടെന്നാണ്. എന്തുകൊണ്ട് ദൈവത്തെ ഗ്രഹിക്കുന്നില്ല? ഇന്ന് രാത്രി നെഞ്ചത്ത് കൈവച്ചപ്പോൾ കർത്താവ് ക്ഷമിക്കണം. പലപ്പോഴും ഞാൻ പിന്മാറ്റത്തിന് ശബ്ദം വന്നുപോയി, പലപ്പോഴും അങ്ങേ ഗ്രഹിക്കാൻ പറ്റാതെ വന്നുപോയി. അതെൻ്റെ കുറവ് തന്നെയാണ്. അത് നിമിത്തം ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പോഴും അതിൻ്റെ അനുഭവം കുറഞ്ഞിട്ടില്ല. എന്നാൽ ഈ 10ാം ദിവസ ഉപവാസത്തിൻ്റെ രാത്രിയിൽ, ഈ മാസം 11 രാത്രി കർത്താവെ എന്നോട് ക്ഷമിക്കണം. എനിക്ക് അങ്ങേ അറിയേണ്ടത് പോലെ അറിയാൻ പറ്റിയില്ല. ഞാനൊരിക്കൽ സ്തോത്രം അവിടെ നിൽക്കുമ്പോൾ ഒരാൾ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ച്
എന്നോട് പറഞ്ഞു, ക്ഷമിക്കണം പാസ്റ്റർ എന്ന് പറഞ്ഞു. അദ്ദേഹം കരഞ്ഞിട്ട് പറയുന്നു, ക്ഷമിക്കണം, തെറ്റിദ്ധാരണ വന്നു പോയി. പാസ് ഇങ്ങനത്തെ ഒരു വ്യക്തിയാണെന്ന് എനിക്ക് പണ്ടേ ഗ്രഹിക്കാമായിരുന്നു, പക്ഷെ എനിക്ക് ലേറ്റായിപ്പോയി. അതിന് എനിക്ക് ക്ഷമ ചോദിക്കുകയാണ്. ഞാൻ പാസ്റ്ററെക്കുറിച്ച് വേറൊരു ചിന്തയാണ് എനിക്കുണ്ടായിരുന്നത്. ഇപ്പോൾ ഞാൻ അടുത്തപ്പോഴാണ് കാര്യം മനസ്സിലായത്. ആമേ, തെറ്റായി പോയല്ലോ എന്ന കാര്യം. ഞാൻ പറഞ്ഞു, വിട്, എൻ്റെ തലയിൽ വെച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ച് വിട്ടു. ഞാൻ പറഞ്ഞ അർത്ഥം, ആമേ, നമ്മളെ എല്ലാവരും അറിയണമെന്നില്ല, നമ്മളെല്ലാവരും ഗ്രഹിക്കണമെന്നില്ല. നമ്മെ അറിയുന്നവരൊരു കർത്താവുണ്ടല്ലോ, നമ്മെ ഗ്രഹിച്ചൊരു കർത്താവുണ്ടല്ലോ. ആ ദൈവം നമുക്ക് വേണ്ടി കർത്താത്ഭുതം ചെയ്യും. ഇന്ന് രാത്രിയിൽ ഞാൻ ദൈവമക്കളോട് ഈ ഉപവാസത്തിൻ്റെ 10ാമത്തെ രാത്രി പറയുന്നു. എൻ്റെ പ്രസംഗം നിർത്താൻ എനിക്ക് താല്പര്യമില്ല. എൻ്റെ മെസ്സേജ് ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. പക്ഷേ എങ്കിലും ആമേ, നമുക്ക് കണ്ടിന്യൂസ് പ്രാർത്ഥന ആയതുകൊണ്ടും നിങ്ങളുടെ വീട്ടിനകത്ത് എല്ലാവരും പെന്തിക്കോസ്തലല്ലല്ലോ, പലർക്കും ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നിങ്ങളെ എനിക്ക് ശ്രദ്ധിക്കേണ്ട ആവശ്യമാണ്. ഞാൻ അതുകൊണ്ട് ഒരു വാക്കുകൂടി 11ാമത്തെ വാക്കൂടി വായിച്ചിട്ട് ഞാൻ ഒത്തിരി കാര്യം എനിക്ക് പറയാൻ തക്കവണ്ണം ഞാൻ ഇങ്ങനെ ആമേ താല്പര്യപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ എങ്കിലും ഞാൻ അതിലേക്ക് പോകുന്നില്ല. 11ാമത്തെ വാക്യം ഒന്ന് വായിച്ചു തരാമ്പോൾ 43 11ാമത്തെ വാക്യം. ആ വാക്കിങ്ങനെ, ഞാൻ തന്നെ യഹോവ, ഞാനല്ലാതെ ഒരു രക്ഷിതാവുമില്ല. ഇനി അങ്ങനത്തെ വാക്ക് വന്നിട്ട് ഒരു പോസിറ്റീവ് ദൂതുകൾ വരാൻ. അതിൻ്റെ 18ാമത്തെ വാക്യം കൂടി വായിച്ചോ. അത് വായിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വാക്ക് വായിച്ചിട്ട് 18ാമത്തെ വാക്യം. മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, ആമേൻ. പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അത് ഇപ്പോൾ അങ്ങനെ തന്നെ പറ. നാളെയല്ല, ഇപ്പോൾ നൗ. അതെപ്പോഴാണ് വന്നത്? എപ്പോഴാണ് ഉത്ഭവിച്ചത്? എപ്പോഴേ ഉത്ഭവിക്കാമായിരുന്നു. അത് ഉത്ഭവിക്കാത്തത് കാര്യം എൻ്റെ കുറവാണ്. എന്താ എൻ്റെ കുറവെന്ന് പറയാൻ കാരണം, ഞാൻ യഹോവയെ വിശ്വസിച്ചില്ല, ഞാൻ യഹോവയെ ഗ്രഹിച്ചില്ല. യഹോവ മാത്രമേ എന്നെ സഹായിക്കാൻ ഉള്ളൂ എന്ന് ഞാൻ ഗ്രഹിച്ചില്ല. അതിന് പകരം ഞാൻ മറ്റു പലരെയും ശ്രദ്ധിച്ചു, ആശ്രയിച്ചു, കൈനീട്ടി. അവരിപ്പോൾ എൻ്റെ കൂടെ ഉണ്ടോ? ഇല്ല. അവരിപ്പോൾ താങ്ങുന്നോ? അവരില്ല. ഇപ്പോൾ അവരുമില്ല, ആരുമില്ല. ഇപ്പോഴാണ് എനിക്ക് ഗ്രഹിച്ചത്, ഞാൻ തന്നെ, വേറെ ആരുമില്ല എന്ന് യഹോവ പറഞ്ഞ കാര്യം ഞാൻ ഗ്രഹിച്ചപ്പോൾ ഇമ്മീഡിയറ്റ്ലി വന്നൊരു മെസ്സേജാണ് 18ാമത്തെ വാക്യത്തിൽ. അവൻ മുമ്പുള്ളവയെ കുഞ്ഞെ ഇരുന്ന് എന്ത് ചെയ്യണ്ട, നിന്റെ അലച്ചിലും വലച്ചിലും ദാരിദ്ര്യവും ശൂന്യതയും താഴ്ചയും തകർച്ചയും ഇല്ലായ്മയും ഞെരുക്കത്തെയും മറക്ക്. ഇപ്പം നീ മനസ്സിലായല്ലോ, നിനക്ക് വിശാലത എനിക്കേ പറ്റത്തുള്ളൂ എന്ന്, നിന്നെ ഉയർത്താൻ എനിക്കേ പറ്റത്തുള്ളൂ എന്ന്, നിന്നെ മാനിക്കാൻ എനിക്കേ പറ്റുന്നത് മനസ്സിലായല്ലോ. എങ്കിൽ പിന്നെ യാഹ്വേ, ഐ ആം ദാറ്റ് ഐ ആം, ഞാനാകുന്നവൻ ഞാനാ യഹോവയല്ലാതെ വേറെ ആരും ഗ്രഹിച്ചോ? എങ്കിൽ പിന്നെ പറയുന്നു, മുമ്പുള്ളവയെ കുഞ്ഞെ നീ ഓർക്കണ്ട, പണ്ടുള്ളവയെ കുറിച്ച് നിരൂപിക്കേണ്ട. ഇതാ ഞാൻ പുതിയൊന്ന് ചെയ്യുന്നു, അത് ഇപ്പോൾ നിനക്ക് വേണ്ടി ഉത്ഭവിച്ചു വരും. എന്നൊരു മാസ്റ്റർ പീസ് മെസ്സേജാണ് നൗ എന്ന വാക്ക്. സ്വതന്ത്ര ഇപ്പോൾ, ഇന്ന് രാത്രിയിൽ അത് കണ്ട് ചിരിച്ചുകൊണ്ട് വേണം ഉറങ്ങാൻ. ആരെങ്കിലും ചോദിക്കും, ഈ പുള്ളിക്കാർ എന്തിനാണ് ചിരിക്കുന്നത്? ഈ പുള്ളിക്കാർ ചിരിക്കുന്നത് പറയും, ഈ 18ാമത്തെ വാക്യം കേട്ടിട്ടാണ് ചിരിച്ചത്. കാര്യം ഉത്ഭവിച്ചു, എനിക്കൊരു ഉത്ഭവിച്ചു, എനിക്ക് വേണ്ടി ഉത്ഭവിച്ചു കർത്താവ് എന്ന് പറഞ്ഞാൽ എൻ്റെ വിടുതൽ ഇപ്പോൾ ആയി, എൻ്റെ കുടുംബത്തെ വിടുതൽ ഇപ്പോൾ ആയി, എൻ്റെ തലമുറ വിടുതലായി. അതാ ഉത്ഭവിച്ചത്. ആ ഡോർ ഓപ്പണായി, ആ വിടുതൽ ഓപ്പണായി. അത് ദൈവമാണ് ഓപ്പൺ ചെയ്തത്. സർവശക്തന്റെ കൈയാണ് അതിനകത്ത് ഉത്തരവാദി. കർത്താവ് എനിക്ക് തുറന്നു, ദൈവം എനിക്കിട്ട് വാരി തുറന്നു. അങ്ങനെയെങ്കിൽ ദൈവാത്മാവിൽ ഒരു നിമിഷം ആ വെളിപ്പാട് ഗ്രഹിച്ചവരും പ്രാപിച്ചവരും വിശ്വസിക്കുന്നവരും അൺമ്യൂട്ട് ചെയ്തിട്ട് അല്പനിമിഷം അന്യഭാഷയിൽ നിങ്ങൾ ഒരു പൊട്ടിയെ പോലെ ആത്മപൂർണൻ, ഭ്രാന്തൻ, പ്രവാചകൻ, പോഷൻ, ഒരു ആത്മപൂർണതയോടെ ആത്മപൂർണതയോടെ ഒരു 2 മിനിറ്റ് എല്ലാവരും. യെസ്, ഉത്ഭവിക്കുന്നു. സ്വർലോകയുടെയും ഭൂലോകയുടെയും അധോലോകയുടെയും അടച്ചു വെച്ച ഉയർച്ചകളെ മൊത്തം ദൈവാത്മാവ് ഓപ്പൺ ചെയ്യുന്നു. സ്വർഗം തുറക്കുന്ന താക്കോല്
ആമ ദൈവം പത്രോസ് കൊടുത്തതുപോലെ ഇന്ന് രാത്രി ദൈവം തുറക്കുന്നു റൈറ്റ്. ആമ ഗ്രഹിച്ചോ കരമടിച്ച് അന്യഭാഷയിൽ നിർത്തണ്ട, അന്തരീക്ഷ കളയണ്ട. എനിക്കറിയില്ല ചില വിടുതൽ നടക്കുന്നു, ചില വഴികൾ തുറക്കുന്നു. ഓ തീ അഭിഷേകത്താൽ സഡ റഗി മന ശബ തിരി ചന ശഖ ചന പന ധന ചന തിരി ചന തിരി ചന അട ചല തിരി ചല തിരി ചന. തീ കത്തുന്നു വിഷയത്തെ തീ കത്തുന്നു. ചണനൂല് പോലെ കെട്ട് പൊട്ടുന്നു, ചണനൂല് പോലെ കെട്ട് അഴിയുന്നു. ആ മന്ത്രവാദ കെട്ട് വാക്തത്വങ്ങൾ കെട്ടിവെച്ച 4 കെട്ടുകൾ, ആമേ ദുഷ്ടപീശ മന്ത്രവാദ കെട്ടുകൾ, ആഭിചാര കെട്ടുകൾ, അമ്പലക്കെട്ടുകൾ, ആൽത്തറക്കെട്ടുകൾ, പൂജക്കെട്ടുകൾ, നേർച്ചക്കെട്ടുകൾ, ശുദ്രക്കെട്ടുകൾ, ആമേ ശാപക്കെട്ടുകൾ, ആമേ ഓതിക്കെട്ടുന്ന കെട്ടുകൾ, റീഫ നസി ഖര